ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ബിസിനസ്സിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതൊരു ഹെൽത്ത് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആളുകൾ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വിറ്റുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നമുക്കൊരു 75,000 80,000 രൂപ വരെ മാസം ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ഒരു ബിസിനസ് ഐഡിയയാണ്. കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊരു 5,000 ഇല്ലെങ്കിൽ 10,000 രൂപയ്ക്കുള്ളിൽ തന്നെ ഈ ബിസിനസ് ആരംഭിക്കാൻ പറ്റും. അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വനിതകൾ ഉണ്ടെങ്കിൽ അവർക്ക് പോലും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ പറയുന്നത്. ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 40% തൊട്ട് 70% വരെ ലാഭം ഉണ്ടാക്കാം ഇൻ ബിറ്റ്വീൻ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ കുറച്ചുകൂടെ പ്രീമിയം ബ്രാൻഡിങ് ആയിട്ടുള്ള പാക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിലയ്ക്ക് മാറ്റം വരാൻ കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. ഈ ബിസിനസ് ഇപ്പോൾ ട്രെൻഡായി വരികയാണ്. ഇത് തുടങ്ങാൻ മികച്ച ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്കിതിൽ താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ബിസിനസിനെ കുറിച്ച് വിശദമായിട്ട് അറിയാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഒരു ലൈക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. ലൈക്കിൻ്റെ അഭാവം നമ്മളുടെ വീഡിയോകളിൽ ഒരുപാടുണ്ട്. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ്. പക്ഷെ ആരും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നല്ല ഐഡിയ ആണെങ്കിൽ ഷെയർ ചെയ്യുക, നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട്. നല്ലതല്ലാത്തത് നിങ്ങൾ പറയുക. അപ്പോൾ ആ ടൈപ്പിലുള്ളത് നമുക്ക് മാറ്റി വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് റോസ്റ്റഡ് ആൻഡ് പാക്ഡ് സീഡ്സ് ആണ്. അതായത് ചില അരികൾ ഇല്ലെങ്കിൽ വിത്തുകൾ നമുക്ക് റോസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. അത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്, എഡിബിൾ ആണ്, ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. ആദ്യം നമുക്ക് ആ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സീഡുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് മത്തയുടെ വിത്ത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും. ഇതേ രീതിയിൽ പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്രായത്തിലൊക്കെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അത് കാണാനേ ഇല്ല. പിന്നെ നമുക്ക് സൂര്യകാന്തിയുടെ വിത്ത് വിൽക്കാൻ പറ്റും. പിന്നെ ഫ്ലാക്സ് സീഡ്സ് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിയ സീഡ്സ് ഉണ്ട്, വിൽക്കാൻ പറ്റും. പിന്നെ നമുക്ക് എള്ള് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. പിന്നെ വെള്ളരിയുടെ വിത്ത് വിൽക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം കോംബോ ആയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒറ്റ സീഡ് വേണ്ട, പലത് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്പെട്ട വിത്തുകളാണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നീണ്ടുപോകും. നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കുക. എന്നാലും പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞേക്കാം. മത്തൻ്റെ വിത്തിന് പ്രോട്ടീൻ ആണ് അതിനകത്ത് കൂടുതലുള്ളത്. പിന്നെ സൂര്യകാന്തി ആണെങ്കിൽ നമുക്ക് ഹെൽത്തി ഫാറ്റും ഹെൽത്തി ഫൈബറും ഉള്ളതാണ്. ചിയ വിത്തിനകത്ത് omega-3 ആണ് ഉള്ളത് കൂടുതലായിട്ട്. ഫ്ലാക്സ് സീഡിനകത്തും അത് തന്നെയാണ്. ഇത് വെയിറ്റ് ലോസിന് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. പിന്നെ എള്ളിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്തി ഫുഡാണ് എള്ള്. ഇതൊക്കെയാണ് മെയിൻലി ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ നോക്കി വാങ്ങണം. രണ്ടാമത് അത് വൃത്തിയായിട്ട് കഴുകി ഉണക്കണം. സാധാരണ വെയിലത്ത് വെച്ച് തന്നെ നമുക്ക് ഉണക്കാവുന്നതാണ്. മൂന്നാമത് ചെയ്യേണ്ടത് ലോ ഹീറ്റിൽ ഇത് റോസ്റ്റ് ചെയ്യണം വിതൗട്ട് ഓയിൽ. അതാണ് ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇതിനകത്ത് ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പൈസി ആയി ഇല്ലെങ്കിൽ ഓയിൽ റിലേറ്റഡ് ആയിട്ട് മാറും. തൽക്കാലം നമുക്ക് ഓയിൽ ഇല്ലാതെ ഇത് വറുത്തെടുക്കാൻ കഴിയണം. ഇനി വേണമെങ്കിൽ ഇതേ സാധനം തന്നെ നമുക്ക് ഫ്ലേവേർഡ് സീഡായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റും, സ്പൈസ് ചേർത്ത് കൊടുക്കാൻ പറ്റും, ഹണി കോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാനിവിടെ റോ ആയിട്ടുള്ള വിത്ത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പിന്നെ ഇത് ചെയ്യേണ്ടത് കൂൾ ചെയ്യണം. അതിൻ്റെ മോയ്സ്ചറൊക്കെ ഉള്ളത് കളഞ്ഞ് അത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് അത് പാക്ക് ചെയ്യാം. കാരണം എങ്കിലേ ഷെൽഫ് ലൈഫ് ഇതിന് കൂടുതൽ കിട്ടുകയുള്ളൂ.
പാക്ക് ചെയ്യുമ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം, ഇല്ലെങ്കിൽ സിപ്പ് ലോക്ക് ചെയ്ത പൗച്ചുകളായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അതിനകത്ത് എയർ കൂടുതലായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് കേടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പാക്ക് ചെയ്ത ഐറ്റം നമുക്ക് 6 മാസം മുതൽ 12 മാസം വരെ ഒരു കുഴപ്പവുമില്ലാതെ പാക്കിലിരിക്കും. ഇനി ഇവിടെ നമുക്ക് മുടക്കുമുതൽ എന്ത് വരും എന്ന് നോക്കാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു 5000 10,000 എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒന്നൊരു ഐഡിയ എടുക്കാം. നമുക്ക് ഒരു 5 കിലോ വിത്ത് മേടിക്കുകയാണെങ്കിൽ റോ സീഡ്സ് മേടിക്കുമ്പോൾ നമുക്ക് 2000 തൊട്ട് ഒരു 3000 റേഞ്ചിൽ അത് കിട്ടും. അത് ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റാണ്, ആ സമയത്തെ വില അനുസരിച്ച്. പിന്നെ നമുക്ക് റോസ്റ്റിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം കൂടെ 2000 തൊട്ട് ഒരു 5000 രൂപ വരെ പിടിക്കാം. ഇത് എക്സ്ട്രീം ആണ് ഈ 5000 എന്ന് പറയുന്നത്. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസിന്, അതായത് സിപ്ലോക്ക് പൗച്ച് വേണം, ഇല്ലെങ്കിൽ ലേബൽ വേണം, ജാറ് വേണം, അതിനൊക്കെ വേണ്ടി ഒരു 1000 തൊട്ട് 2000 രൂപ വരെ പിടിക്കാം. അതായത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഈ 5000 to 10,000 തന്നെയാണ്. ഏറ്റവും ലോവസ്റ്റ് 5000, ഏറ്റവും എക്സ്ട്രീം 10,000, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ലാഭം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ലാഭത്തിനെ കുറിച്ച്, പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഓരോന്നിൻ്റെ ലാഭം ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ആണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് മത്തൻ്റെ വിത്താണെങ്കിൽ റോ ആയിട്ട് കിട്ടുന്നതിന് ഏതാണ്ട് 400 രൂപ കിലോ വരും. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ, ഇത് ചെയ്തിട്ട് സെയിൽ ചെയ്യുമ്പോൾ ഏതാണ്ട് 700 രൂപയ്ക്ക് മുകളിൽ വിൽക്കാൻ പറ്റും. 1 കിലോയിൽ 300 രൂപ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് സൺഫ്ലവർ ആണെങ്കിൽ 300 രൂപ പെർ kgക്ക് റോ ആയിട്ടുള്ള വിത്തുകൾ കിട്ടും. നമുക്ക് 500 രൂപയ്ക്ക് വിൽക്കാം, 200 രൂപ പ്രോഫിറ്റ് കിട്ടും പെർ കിലോ. അടുത്തത് ഫ്ലാക്സ് സീഡ് ആണെങ്കിൽ അത് ഒരു 150 രൂപ റേഞ്ചിൽ നമുക്ക് റോ ആയിട്ട് കിട്ടും. അത് 250 രൂപ 300 രൂപയ്ക്ക് അടുത്ത് വിൽക്കാൻ പറ്റും. അതിന് ഒരു 100 രൂപ 150 രൂപ ലാഭം കിട്ടും പെർ kg. ചിയ സീഡ്സ് ആണെങ്കിൽ നമുക്ക് റോ കിട്ടുന്നത് 400 കിട്ടും. ദെൻ അത് 800 വിൽക്കാൻ പറ്റും. 400 രൂപ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. നിങ്ങളുടെ പ്രോഫിറ്റ് ഉള്ള ഐറ്റംസ് ആദ്യം നോക്കുക, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ഐറ്റംസ്. ഇനി കോംബോ ആണ്, മിക്സഡ് പാക്ക് ആണെങ്കിൽ നമുക്കൊരു 500 രൂപയ്ക്ക് ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള 1 കിലോ ഉണ്ടാക്കാൻ പറ്റും. അതൊരു 900 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോഴും നമുക്ക് 400 രൂപ പെർ കിലോ ലാഭം കിട്ടും. അതായത് ഒരു ദിവസം നമുക്കൊരു 5 കിലോ വിൽക്കാൻ പറ്റിയാൽ, ഇതൊക്കെ കണക്കാണ്, സ്റ്റാർട്ടിങ്ങിലൊന്നും ഈ 5 കിലോ ഒന്നും വിറ്റ് പോകില്ല, അതെനിക്കും അറിയാം. അപ്പോൾ 5 കിലോ വിൽക്കാൻ പറ്റിയാൽ നമുക്കൊരു 1500 രൂപ തൊട്ട് 2500 ലാഭം കിട്ടും. ഒരു മാസം 25 ദിവസം നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 37,000 38,000 രൂപ തൊട്ട് 75,000 80,000 റേഞ്ചിലുള്ള ലാഭം കിട്ടും. ഇനി ഇതെങ്ങനെയാണ് വിൽക്കേണ്ടത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം 1 രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയകളിൽ പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വാട്സപ്പ് ഉണ്ട്, അവിടെ സ്റ്റാറ്റസ് ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിലേക്ക് നമ്മളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അയക്കാം, നിരന്തരം അയക്കാം. ഇനി ഗ്രൂപ്പുകളുണ്ട്, അതിൽ കയറിയാൽ നമുക്ക് ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ ഐഡിയിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. അതുകൂടാതെ പ്രത്യേകം പേജ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇനി ഇൻസ്റ്റാഗ്രാം, അതിലും ഇതുപോലെ തന്നെ റീൽസ് ഉണ്ടാക്കി ഇടാം, അല്ലാതെ പോസ്റ്റ് ചെയ്തും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ ടെലിഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ എക്സ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ സമീപിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫുഡ്, ഇല്ലെങ്കിൽ അതുപോലെ ഉള്ള സ്റ്റോറുകളുണ്ട്, ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ജിമ്മിൽ, നിങ്ങളുടെ അടുത്ത് എങ്ങനെ പോയാലും ഒരു 4-5 ജിം കാണും. ജിമ്മുകൾ കോൺടാക്ട് ചെയ്യുക, ഫിറ്റ്നസ് സെന്ററുകൾ കോൺടാക്ട് ചെയ്യുക. ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവിടെ കോൺടാക്ട് ചെയ്താൽ കുറച്ച് കൂടുതലായിട്ട് പോകും, ബൾക്കായിട്ട് പോകും. പിന്നെ ലാസ്റ്റ് വൺ ഈസ്, നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എക്സ്ക്ലൂസീവ്ലി ആമസോണിൽ എങ്ങനെ വിൽക്കാം, ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ വിൽക്കാം എന്നുള്ള വീഡിയോകൾ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കിട്ടും. ഇനി ഈ ബിസിനസ് എല്ലാം ഓക്കെയാണ്, നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. മാർക്കറ്റ് സ്റ്റഡി മസ്റ്റാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ഒക്കെ വേണം, വിജയിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, 2 ടിപ്സ് കൂടെ തരാം. അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഒന്ന്, എപ്പോൾ ചെയ്താലും ഇത് വൈറ്റ് കളറിലുള്ള, അതായത് സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിലിട്ട് കൊണ്ട് കൊടുക്കരുത്. പല കളറിലുള്ള
പാക്കറ്റുകൾ കിട്ടും. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഈ പച്ചില കളർ, അതായത് ഗ്രീനിഷ് ആയിട്ടുള്ള കളറുള്ള പാക്കുകൾ കിട്ടും, സിപ്പ് ലോക്ക് പാക്കുകൾ കിട്ടും. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് ആയിരിക്കും, അതായത് ഒരു തരിപ്പ് അതിൻ്റെ പുറത്ത് കാണും. അങ്ങനെയുള്ള പൗച്ച് മേടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെള്ള സ്റ്റിക്കർ, അതായത് വെള്ള കളറിൽ എടുത്തിട്ട് അതിൽ ബ്ലാക്കോ വേറെ എന്തെങ്കിലും കളറോ വെച്ച് പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു നല്ല അട്രാക്റ്റീവ് ലുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഈ സീഡ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് മിക്സ് ചെയ്യാം, അതായത് ആൽമണ്ട്സ് മിക്സ് ചെയ്യാം, കാഷ്യൂ മിക്സ് ചെയ്യാം. അതുപോലെയുള്ള നട്ട്സുകൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഒരു കോംബോ, ഒരു മിക്സഡ് നട്ട്സ് ആൻഡ് സീഡ്സ് പോലെ നിങ്ങൾക്ക് കൊടുക്കാം. അതൊരു ഹെൽത്തി പാക്കാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങൾ ഓൾറെഡി ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുഖാന്തരം സോഴ്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് കൊടുത്ത് എൻഡോഴ്സ് ചെയ്യിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ബിസിനസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. FSSAIയുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മസ്റ്റായിട്ട് എടുത്തിരിക്കണം. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ FSSAI രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കയറി നോക്കുക. ഇതില്ലാതെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക പോലും ചെയ്യരുത്. പിന്നെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ വിൽക്കണമെങ്കിൽ GST മസ്റ്റാണ്. അത് നിങ്ങൾക്ക് സെയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, GST എടുക്കാതെ അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോലും ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ സാധാരണഗതിയിലുള്ള നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഒക്കെ അനുശാസിക്കുന്ന ഹെൽത്ത് കാർഡുകൾ, ഹൈജീനിക് സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് എടുത്തു വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.